സംഖ്യ 20-ാം അധ്യായം. ആദ്യ മാസത്തിൽ ഇസ്രായേല്യ സമൂഹം മുഴുവൻ സിൻ മരുഭൂമിയിലെത്തി. ജനം കാദശിൽ താമസിച്ചു. അവിടെ വച്ച് മിരിയാം മരിച്ചു. അവൾ അവിടെ സംസ്കരിക്കപ്പെട്ടു. സമൂഹത്തിന് വെള്ളമുണ്ടായിരുന്നില്ല. അവർ മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും സമ്മേളിച്ചു. ജനം മോശയുമായി ശണ്ഠ കൂടി. അവർ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും നശിച്ചിരുന്നെങ്കിൽ, ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്നു ചാകാൻ വേണ്ടി നിങ്ങൾ എന്തിന് ഈ മരുഭൂമിയിലേക്ക് കർത്താവിൻ്റെ സമൂഹത്തെ കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് ഞങ്ങളെ ആനയിക്കാനായി ഈജിപ്തിൽ നിന്ന് എന്തിന് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നു? ഇത് വിളയുടെയോ അത്തിമരത്തിൻ്റെയോ മുന്തിരിയുടെയോ മാതളനാരകത്തിൻ്റെയോ സ്ഥലമല്ല, കുടിക്കാൻ വെള്ളവുമില്ല. അപ്പോൾ മോശയും അഹ്റോനും സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് സമാഗമ കൂടാരവാതിൽക്കലേക്ക് പോയി. അവർ മുഖം മുട്ടെ വീണു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം അവർക്ക് കാണപ്പെട്ടു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ നിന്റെ വടിയെടുക്കുക. നീയും നിന്റെ സഹോദരൻ അഹ്റോനും സമൂഹത്തെ ഒരുമിച്ചു കൂട്ടുക. അവരുടെ സമക്ഷം പാറയോട് പറയുവിൻ, അപ്പോൾ അതിൻ്റെ വെള്ളം അത് തരും. അങ്ങനെ നീ പാറയിൽ നിന്ന് അവർക്കായി വെള്ളം പുറപ്പെടുവിച്ച് സമൂഹത്തെയും അവരുടെ കന്നുകാലികളെയും കുടിപ്പിക്കും. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവിടുത്തെ സന്നിധിയിൽ നിന്ന് അവൻ വടിയെടുത്തു. മോശയും അഹ്റോനും സമൂഹത്തെ പാറയുടെ മുമ്പിലായി ഒരുമിച്ചു കൂട്ടി. അവൻ അവരോട് പറഞ്ഞു: ധിക്കാരികളെ, കേട്ടാലും, ഈ പാറയിൽ നിന്നാണോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കേണ്ടത്? മോശ കരമുയർത്തി തൻ്റെ വടികൊണ്ട് 2 പ്രാവശ്യം പാറയെ അടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. സമൂഹവും കന്നുകാലികളും കുടിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു: ഇസ്രായേല്യരുടെ ദൃഷ്ടികളിൽ എൻ്റെ വിശുദ്ധി പ്രകടമാകും വിധം നിങ്ങൾ എന്നിൽ വിശ്വാസമർപ്പിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ സംഘത്തിന് കൊടുക്കുന്ന ദേശത്തേക്ക് നിങ്ങൾ അവരെ ആനയിക്കുകയില്ല. അതാണ് കർത്താവുമായി ഇസ്രായേല്യർ കലഹിച്ച മെരീബാ ജലം. അതുവഴി അവിടുന്ന് തൻ്റെ വിശുദ്ധി പ്രകടമാക്കി. മോശ കാദശിൽ നിന്ന് ഏദോം രാജാവിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ നേരിട്ട കഷ്ടതകളെല്ലാം നിനക്ക് തന്നെ അറിയാമല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലേക്ക് പോയി. ഏറെ നാൾ ഞങ്ങൾ ഈജിപ്തിൽ താമസമാക്കി. ഞങ്ങളോടും ഞങ്ങളുടെ പിതാക്കന്മാരോടും ഈജിപ്തുകാർ തിന്മ ചെയ്തു. ഞങ്ങൾ കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ സ്വരം കേൾക്കുകയും ഒരു ദൂതനെ അയച്ച് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഇതാ, ഞങ്ങളിപ്പോൾ നിന്റെ അതിർത്തിക്കപ്പുറമുള്ള നഗരമായ കാദശിലാണ്. നിന്റെ ദേശത്തിലൂടെ ഞങ്ങൾ കടന്നു പോകട്ടെ. വയലിലോ മുന്തിരിത്തോട്ടത്തിലോ ഞങ്ങൾ കടക്കുകയില്ല. കിണറ്റിലെ വെള്ളം ഞങ്ങൾ കുടിക്കുകയുമില്ല. രാജപാതയിലൂടെ ഞങ്ങൾ പൊയ്ക്കൊള്ളാം. നിന്റെ അതിർത്തി കടക്കുന്നതുവരെ വലത്തോട്ടോ ഇടത്തോട്ടോ ഞങ്ങൾ തിരിയുകയില്ല. അപ്പോൾ ഏദോം അവനോട് പറഞ്ഞു: ഞാൻ വാളുമായി പുറപ്പെട്ട് നിന്നെ നേരിടാതിരിക്കാൻ നീ എന്നെ കടന്നു പോകരുത്. ഇസ്രായേല്യർ അവനോട് പറഞ്ഞു: പെരുവഴിയിലൂടെ ഞങ്ങൾ കയറിപ്പൊയ്ക്കൊള്ളാം. ഞാനോ എൻ്റെ കാലികളോ നിന്റെ വെള്ളം കുടിച്ചാൽ ഞാൻ അതിൻ്റെ വില തന്നുകൊള്ളാം. കാൽനടയായി എനിക്ക് കടന്നു പോകണമെന്നല്ലാതെ മറ്റു കാര്യമൊന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു: നീ കടന്നു പോകരുത്. ഏദോം വൻ ജനാവലിയോടും ശക്തമായ കരത്തോടും കൂടെ അവനെ നേരിടാനെത്തി. അങ്ങനെ തൻ്റെ അതിർത്തി കടക്കാൻ ഇസ്രായേലിന് ഏദോം അനുവാദം നിഷേധിച്ചു. എന്നാൽ ഇസ്രായേൽ അവനിൽ നിന്ന് വഴിതിരിഞ്ഞു. ഇസ്രായേലി സമൂഹം മുഴുവൻ കാദശിൽ നിന്ന് നീങ്ങി ഹോർമലയിലെത്തി. ഏദോം രാജ്യാതിർത്തിയോട് ചേർന്നുള്ള ഹോർമലയിൽ വെച്ച് കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുൾ ചെയ്തു: അഹ്റോൻ തൻ്റെ ജനങ്ങളോട് ചേർക്കപ്പെടുകയാണ്. ഞാൻ ഇസ്രായേല്യർക്ക് നൽകുന്ന ദേശത്ത് അവൻ തീർച്ചയായും പ്രവേശിക്കുകയില്ല. കാരണം മെരീബാ ജലത്തെക്കുറിച്ചുള്ള എൻ്റെ നിർദ്ദേശം നിങ്ങൾ ധിക്കരിച്ചു. അഹ്റോനെയും അവൻ്റെ പുത്രൻ എലയാസറിനെയും കൊണ്ടുവന്ന് ഹോർമല കയറ്റുക. നീ അഹ്റോൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് അവൻ്റെ മകനായ എലയാസറിനെ ധരിപ്പിക്കുക. അവിടെ വച്ച് അഹ്റോൻ മരിച്ച് ജനത്തോട് ചേർക്കപ്പെടും.
കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. സമൂഹം മുഴുവനും കാണെ അവർ ഹോർമലയിലേക്ക് കയറി. മോശ അഹറോന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് അവൻ്റെ മകൻ എലയാസറിനെ ധരിപ്പിച്ചു. അവിടെ മലമുകളിൽ വെച്ച് അഹറോൻ മരിച്ചു. അനന്തരം മോശയും എലയാസറും മലയിൽ നിന്ന് ഇറങ്ങി. അഹറോൻ മൃതനായെന്ന് സമൂഹം മുഴുവൻ ഗ്രഹിച്ചു. അഹറോനെ പ്രതി ഇസ്രായേൽ ഭവനം മുഴുവൻ 30 ദിവസം വിലപിച്ചു.